Dear students, welcome to 101.5 FM ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. Dear students, 2024 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. ഉയർന്ന മാർക്കിലേക്ക് ആകാശവാണിയുടെ ഒരു വഴികാട്ടിയാണ് രാത്രി 8 മണിക്കുള്ള റേഡിയോ ടീച്ചർ പ്രക്ഷേപണ പരമ്പര. ശ്രദ്ധയോടെ കേട്ട് പഠിക്കുക. ഓക്കെ, ലെറ്റ് us start. Radio teacher, radio teacher. ഇതാ ക്വിസ് മാസ്റ്ററായ ടീച്ചർ സ്വയം പരിചയപ്പെടുത്തുന്നു. ഒപ്പം വിവിധ സ്കൂളുകളിൽ നിന്നും ക്വിസിൽ പങ്കെടുക്കാനെത്തിയ ടീം അംഗങ്ങളായ 10ാം ക്ലാസ് വിദ്യാർത്ഥികളും. ഞാൻ KP സുനിൽകുമാർ, ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകനാണ്. നമുക്ക് ടീമിനെ ഒന്ന് പരിചയപ്പെടാം. ടീം എ. ഞാൻ പ്രാർത്ഥന അനി. ഞാൻ ജിൻസി KK. ഞങ്ങൾ സെക്രട്ടേറിയറ്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ തലശ്ശേരിയിലെ വിദ്യാർത്ഥികളാണ്. ടീം ബി. ഞാൻ ഹരിശങ്കർ MV. ഞാൻ ജാസിയ എവി. ഞങ്ങൾ വരുന്നത് GHSS കണ്ണാടിപ്പറമ്പിൽ നിന്നാണ്. ടീം സി. ഞാൻ സാംകിരൺ M. ഞാൻ സംഗീർ സുബി. ഞങ്ങൾ വരുന്നത് PRM കൊളവല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ്. ടീം ഡി. ഞാൻ നാസിയ ഷിറീൻ. ഞാൻ പുണ്യ. ഞങ്ങൾ GGVHSS ചെറുകുന്നിൽ നിന്ന് വരുന്നു. ടീം ഇ. ഞാൻ ആഷിഫ KV. ഞാൻ എജ ഫാത്തിമ. പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയാണ്. റേഡിയോ ടീച്ചർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ പ്രശ്നോത്തരിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 2 പാഠങ്ങളാണ്. കേരള പാഠാവലിയിലെ ഞാൻ കഥാകാരനായ കഥ, അശ്വമേധം എന്നീ പാഠഭാഗങ്ങളിൽ നിന്നാണ് പ്രശ്നോത്തരിയിലെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തെ റൌണ്ടിൽ 5 മാർക്കിനുള്ള ചോദ്യമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 5 മാർക്ക് ലഭ്യമാകുന്നത് ആദ്യം ഉത്തരം പറയുന്ന ടീമിനാണെങ്കിൽ, പാസ് ചെയ്ത് ഉത്തരം പറയുന്ന ടീമിന് 3 മാർക്കാണ് ലഭ്യമാവുക. മറ്റു ടീമുകൾക്ക് ഈ ഉത്തരം അറിയാമെങ്കിലും വീണ്ടും പാസ് ചെയ്യുവാനുള്ള അവസരം ഉണ്ടായിരിക്കില്ല. അത് അഭിനന്ദനത്തിനുള്ള ഒരു വഴി മാത്രമായിട്ടാണ് ഇവിടെ കാണുക. നമുക്ക് നമ്മുടെ പ്രശ്നോത്തരിയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ടീം എയോടാണ്. ഞാൻ സൂചിപ്പിച്ചു, 2 പാഠഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ് ഞാൻ കഥാകാരനായ കഥ എന്ന പാഠം. മനുഷ്യ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് കഥകൾ. കഥയമമ കഥയമമ, എന്നോട് കഥ പറയൂ, എന്നോട് കഥ പറയൂ എന്ന് പണ്ട് മുതലേ കവികൾ പറയുന്നുണ്ട്, പാടിയിട്ടുണ്ട്. ഇവിടെ ഒരു കഥാകൃത്തിന് തന്റെ കഥയെഴുത്തിന്റെ ആദ്യ ചുവടിന് കാരണമായ ഒരു സംഭവമാണ് അറിയിക്കുന്നത്. ചോദ്യം ഇതാണ്: അമ്മ മകന് കത്തെഴുതാനിടയായ സാഹചര്യം എന്ത്? ടീം എ. ഞാൻ കഥാകാരനായ കഥ എന്ന കഥ SK പൊറ്റക്കാടാണ് എഴുതിയിട്ടുള്ളത്. SK പൊറ്റക്കാടിന്റെ നാട്ടിലുള്ള ഒരു യുവാവ് തന്റെ അമ്മയെ ഉപേക്ഷിക്കുകയാണ്. പ്രണയത്തിന്റെ പുറകെ പോവുകയും അതുപോലെ ജോലിക്കും മറ്റും ജീവിതത്തിനു വേണ്ടിയും പോവുകയാണ്. അങ്ങനെ വൃദ്ധയായ തന്റെ അമ്മയെ ഉപേക്ഷിക്കുകയാണ് ആ യുവാവ്. ആ വൃദ്ധയായ അമ്മ മകനെ വളർത്താൻ വേണ്ടി ഒട്ടേറെ കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട്. പട്ടിണി കിടന്നും അയൽ വീടുകളിൽ ഭൃത്യപ്പണി ചെയ്തും അങ്ങനെ ഒട്ടേറെ കഷ്ടപ്പെട്ടിട്ടാണ് അമ്മ ആ മകനെ വളർത്തിയെടുത്തത്. പക്ഷേ ആ അമ്മ മനസ്സിന്റെ വില മകൻ മനസ്സിലാക്കിയില്ല. അമ്മയെ ഉപേക്ഷിച്ച ആ മകൻ സ്വന്തം ജീവിതത്തിനു വേണ്ടി പ്രണയിച്ച ആളെ കൂടെ കൂട്ടി അമ്മയെ മറന്നുകൊണ്ട് പോകുന്നു. ഇതാണ് കഥാസന്ദർഭം. യെസ്, ഉത്തരം ശരിയാണ്. ഏകാന്തവും ദയനീയവുമായ ജീവിതം, ആ വൃദ്ധയുടെ കഷ്ടപ്പാട്, വളർത്തി വലുതാക്കിയതിന്റെ വിലയറിയാത്ത മകൻ, ഇതുതന്നെയാണ് ആ ഉത്തരത്തിലേക്ക് നയിക്കുന്നത്. ഇതുതന്നെയാണ് കത്തെഴുതുവാൻ ഇടയായ സന്ദർഭം. നിങ്ങൾക്ക് 5 പോയിന്റ് ലഭിക്കുന്നു. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. നമുക്കറിയാം, നമ്മളൊക്കെ തന്നെ ജീവിക്കുന്ന പരിസരത്ത് നമുക്കൊട്ടനവധി പ്രശ്നങ്ങളും പ്രാരബ്ധങ്ങളും നമ്മുടെ വീട്ടിലെ അമ്മയും അച്ഛനുമൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകാം. അതൊന്നും ചിലപ്പോൾ നമ്മൾ അറിയണമെന്നില്ല. ഇന്നത്തെ കാലികമായ സാഹചര്യത്തിൽ നമ്മളെയൊക്കെ പഠിച്ച് വലുതാക്കാൻ വേണ്ടി അവർ കഷ്ടപ്പെടുന്നുണ്ടാകാം, ദൂരസ്ഥലങ്ങളിൽ അയക്കുന്നുണ്ടാകാം, വലിയ ഉദ്യോഗസ്ഥ തലങ്ങളിലേക്ക് അവർ പോകുന്നുണ്ടാകാം. ചോദ്യം ഇതാണ്: അമ്മ ആഗ്രഹിച്ചതുപോലെ
ആ മകൻ ചെറിയൊരു ഉദ്യോഗസ്ഥനായി, ഒടുവിൽ ഒരു ഉദ്യോഗസ്ഥയിൽ അനുരക്തിയുമായി. ആ പ്രേമസത്വത്തെയും കൊണ്ട് അകലെ ഒരിടത്ത് അമ്മയെ ഉപേക്ഷിച്ച് സുഖിക്കുകയാണ്. പ്രേമസത്വം എന്ന് യുവതിയെ വിശേഷിപ്പിച്ചതിന്റെ അർത്ഥധ്വനിയാണ് നിങ്ങൾ പറയേണ്ടത്. അർത്ഥധ്വനികൾ എന്തെല്ലാം? ചോദ്യം ടീം ബിയോടാണ്. ബിക്ക് ഉത്തരം പറയാം. പാസ്. ടീം സിക്ക് ഉത്തരം പറയാം. SK പൊറ്റക്കാടിന്റെ ഞാൻ കഥാകാരനായ കഥ എന്ന പാഠഭാഗത്തു നിന്നെടുത്തതാണ് ഈ സന്ദർഭം. മകൻ സ്നേഹിച്ചു കഴിച്ച ആ ഉദ്യോഗസ്ഥയാണ് ഇവിടെ പ്രേമസത്വം എന്ന് വിശേഷിപ്പിക്കുന്നത്. പ്രേമസത്വം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം എന്തെന്ന് വെച്ചാൽ അമ്മയുടെ ജീവിതം തകരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ഒരു വിവാഹമായിരുന്നു. ഈ പ്രേമത്തിലൂടെ മകൻ അമ്മയെ വിട്ടുപോവുകയും സുഖവാസം തേടി അന്യനാട്ടിൽ പോയി താമസിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ അമ്മയുടെ അവസ്ഥ ദാരിദ്ര്യവും പട്ടിണിയുമാകുന്നു. അതിനാൽ തന്നെ അമ്മയുടെ ജീവിതത്തിൽ ഒരു സത്വമായാണ് മകന്റെ ഭാര്യ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. അതിനാൽ തന്നെയാണ് പ്രേമസത്വം എന്ന് പറയുന്നത്. ഓക്കെ, ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് 3 പോയിന്റ് ലഭിക്കുന്നു. വിവാഹം കഴിഞ്ഞതോടെ യഥാർത്ഥത്തിൽ കടമ മറന്നിരിക്കുകയാണ് മകൻ. അതിന്റെ ഒരു പ്രതിഷേധം അമ്മയുടെ മനസ്സിലുണ്ട്. അമ്മയുടെ അവസ്ഥയിൽ മനസ്സലിവ് തോന്നിയതാണ് യഥാർത്ഥത്തിൽ എഴുത്തുകാരൻ ആണ് യഥാർത്ഥത്തിൽ ആ ഒരു അമ്മയെ, മകനെ, അതുപോലെ തന്നെ മകന്റെ ഭാര്യയെ, ഈ 3 കഥാപാത്രങ്ങളെയും ചിന്തിച്ചു നോക്കുമ്പോൾ അമ്മയോട് മനസ്സലിവ് തോന്നാത്ത ആ മകന്റെ ഭാര്യയെയാണ്, ആ അവസ്ഥയെയാണ് പ്രേമസത്വം എന്ന് വിളിക്കുവാൻ ഇടയാക്കിയത്. തീർച്ചയായും നിങ്ങൾ കണ്ടെത്തിയ, മനസ്സിലാക്കിയ ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം ടീം സിയോട് തന്നെയാണ്. ഈ ചോദ്യം നമ്മൾ മനസ്സിലാക്കിയ മറ്റൊരു പാഠഭാഗത്തിലേക്കാണ് പോകുന്നത്. മലയാള സിനിമാ ഗാനരംഗത്ത് വലിയ ചുവടുവെപ്പുകൾ നടത്തി ഇന്നും ഓർമ്മിക്കപ്പെടുന്ന, മനസ്സിലിട്ട് താലോലിക്കുന്ന, മനസ്സിന്റെ ആർദ്രതയെ ഉണർത്തുന്ന വയലാറിന്റെ മനുഷ്യന്റെ ചടുലതകളെ എന്നും ആർജവത്വത്തോടുകൂടി അവതരിപ്പിച്ച കവിയെ ആണ് നമുക്ക് അതിൽ കാണുവാൻ സാധിക്കുക. ചോദ്യം ടീം സിയോട്. ചോദ്യം ഇതാണ്: ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ കവി ഇപ്രകാരം വെല്ലുവിളിക്കുന്നതിന്റെ അടിസ്ഥാനമെന്ത്? വയലാർ രാമവർമ്മയുടെ മുളങ്കാടി എന്ന കവിതാ സമാഹാരത്തിൽ നിന്നെടുത്തതാണ് അശ്വമേധം എന്ന ഈ ഒരു കൃതി. ഈ ഒരു കൃതിയിലാണ് ഈ ഒരു ഭാഗമുള്ളത്. ആർക്കും സർഗശക്തിയാകുന്ന കുതിരയെ തളയ്ക്കാൻ കഴിയില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കുതിരയെ സർഗശക്തിയുമായി ഇവിടെ ഉപമിക്കുകയാണ്. കുതിരയ്ക്ക് ശക്തി, വേഗത, അധികാരം എന്നീ എല്ലാവിധ കഴിവുകളുമുണ്ട്. അതുപോലെ തന്നെയാണ് സർഗശക്തിയും. ചരിത്രം നോക്കുകയാണെങ്കിൽ സർഗശക്തി സ്വേച്ഛാധിപതികളായ ഒട്ടേറെ രാജാക്കന്മാരെയും അങ്ങനെയുള്ള ഭരണകൂടങ്ങളെല്ലാം തച്ചുടച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നാം ഇവിടെ കാണുന്ന എല്ലാതരം പുരോഗതിക്കും കാരണം സർഗശക്തിയാണ്. അതിനാൽ തന്നെ ആ ഒരു സർഗശക്തിയെ ഒരാൾക്കും, അതായത് രാജാക്കന്മാർക്കും മറ്റ് ദുഷ്ട മനുഷ്യർക്കും നശിപ്പിക്കാൻ അല്ലെങ്കിൽ തടയാനാവാത്ത ഈ ഒരു ശക്തിയെ, സർഗശക്തിയെ ആർക്കും തടയാനാകില്ല എന്ന ആത്മവിശ്വാസമാണ് ഈ ഒരു ഭാഗത്തിന്റെ അടിസ്ഥാനം. യെസ്, ഉത്തരം ശരിയാണ്. ആ ഉത്തരത്തെ നമ്മൾ കുറച്ചുകൂടി കൃത്യമായി അടയാളപ്പെടുത്തുകയാണെങ്കിൽ, മനുഷ്യന്റെ സർഗശക്തിയാകുന്ന കുതിരയെ തളക്കാൻ, അതിന്റെ മാർഗം മുടക്കാൻ ആർക്കും കഴിയില്ല എന്ന് കവി തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആ ആത്മവിശ്വാസമാണ് കവിക്കുള്ളത്. മനുഷ്യന്റെ സർഗശക്തിയിലുള്ള വിശ്വാസമാണ് ഈ ആത്മവിശ്വാസത്തിന്റെ കാരണം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, സർഗശക്തിയിലുള്ള വിശ്വാസമാണ് ഇതിന്റെ യഥാർത്ഥ കാരണം. ടീം സിക്ക് 5 മാർക്ക്. നമ്മൾ ടീം ഡിയിലേക്ക് പോവുകയാണ്. നമുക്കറിയാം, ദിഗ്വിജയം നേടിയ ശേഷം രാജാക്കന്മാർ നടത്തിയിരുന്ന യാഗമാണ് അശ്വമേധം എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ മുളങ്കാട് എന്ന കവിതയിൽ അശ്വമേധം എന്ന നമ്മുടെ പാഠഭാഗത്തിൽ പുത്തൻ അശ്വമേധവുമായിട്ടാണ് വയലാർ കടന്നു വരുന്നത്. ചോദ്യം ഇതാണ്: പുത്തൻ അശ്വമേധം എന്ന പ്രയോഗത്തിന്റെ അർത്ഥധ്വനികൾ എന്തെല്ലാം? ടീം ഡിയോടാണ് ചോദ്യം. മലയാള സാഹിത്യത്തിലെ പ്രശസ്ത കവിയായ വയലാറിന്റെ മുളങ്കാട് എന്ന് പറയുന്ന കവിതയിലെ ഒരു ഭാഗമാണ് അശ്വമേധം എന്ന പാഠഭാഗം. ഇതിൽ കവി ഒരു കുതിരയെയാണ് തന്റെ ആശയങ്ങൾ ഈ ലോകത്തോട് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരം തേടാൻ വേണ്ടിയും അത് ആ പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടിയും കവി സർഗസൃഷ്ടിയിൽ പുതിയ പുതിയ ആശയങ്ങൾ വിനിമയം ചെയ്യുന്നു. സർഗസൃഷ്ടി എന്ന് പറയുന്നത് തന്നെ പുതിയ പുതിയ ആശയങ്ങൾ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പുത്തൻ കുതിരയാകുന്ന തന്റെ സർഗസൃഷ്ടിയിലൂടെ ലോകത്തിലേക്ക് പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരികയാണ്.
പുത്തൻ പുതിയ ആശയങ്ങൾ ആയ ഈ സർഗസൃഷ്ടിയെയാണ് കവി പുത്തൻ കുതിര എന്ന് ഉദ്ദേശിക്കുന്നത്. ടീം ഡി ഇവിടെ ഉത്തരം ശരിയാണ്. പൂർണ്ണതയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ കൂടി പറയുകയാണ്. പുരാണത്തിലും ചരിത്രത്തിലും അശ്വമേധം പരാമർശിക്കപ്പെടുന്നു. അധികാര സ്ഥാപനത്തിന്റെയും അധീശത്വത്തിന്റെയും അടയാളമാണ് അശ്വമേധം. സർഗശക്തിയുടെ അധീശത്വമാണ് കവി നടത്തുന്ന അശ്വമേധത്തിന്റെ ലക്ഷ്യം എന്ന് നമുക്കിവിടെ പുത്തൻ അശ്വമേധം എന്ന പദപ്രയോഗത്തിലൂടെ കണ്ടെത്താവുന്നതാണ്. ടീം ഡിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ഇയോടാണ്. കഥാകാരനായ കഥ നമ്മൾ ചെറിയ രീതിയിൽ നമ്മുടെ പ്രശ്നോത്തരിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ചോദ്യം അതിൽ നിന്ന് തന്നെയാവാം. അതെല്ലാം എരിവും പുളിവും കൂട്ടി പകർത്തിയയച്ച ആ സ്കോൾ കുട്ടിയാണ് തന്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് ആ മാന്യൻ അറിയുന്നില്ല. ചോദ്യം കുറച്ചുകൂടി വ്യക്തമായി മുന്നിലേക്ക് തരികയാണ്. ഞാൻ ഈ പറഞ്ഞ ശൈലി, എരിവും പുളിവും കൂട്ടി എന്ന ശൈലി പ്രയോഗത്തിന്റെ സാന്ദർഭികമായ അർത്ഥം വ്യക്തമാക്കാനാണ് ചോദ്യം. ടീം ഇക്ക് ഉത്തരം പറയാവുന്ന. ആ കഥാകൃത്ത് ആ കത്ത് എഴുതിയത് അമ്മയുടെ അനുഭവങ്ങൾ കഥാകൃത്തിന് പറഞ്ഞു കൊടുക്കുകയും അതിലെ കുറെ കാര്യങ്ങൾ തന്റെ ഭാവനകളും കൂട്ടിച്ചേർത്ത് കൂടുതൽ മകൻ എങ്ങനെ മനസ്സിലാക്കിയെടുക്കാമെന്ന് കഥാകൃത്ത് നോക്കിയിരുന്നു. അപ്പോൾ അതിനുവേണ്ടി കഥാകൃത്ത് ഒരുപാട് തന്റെ ആശയങ്ങളും കുറച്ചധികം കൂടി വിശദമാക്കിക്കൊണ്ടാണ് കത്ത് എഴുതിയിരിക്കുന്നത്. അപ്പൊ മകന്റെ മനസ്സ് കുറച്ചുകൂടി അലിഞ്ഞതു കാരണം അമ്മയ്ക്ക് വേണ്ടി കുറച്ച് പണം അയച്ചിരുന്നു. ഒരു കലാസൃഷ്ടി ഉണ്ടാകണമെങ്കിൽ അനുഭവത്തിനോടൊപ്പം കഥാകൃത്തിന്റെ ഭാവനയും ചേർക്കേണ്ടതുണ്ട്. കഥാകൃത്ത് ഇവിടെ തന്റേതായ ഭാവനകൾ ചേർത്തുകൊണ്ടാണ് മകന് കത്തെഴുതിയത്. അതുകൊണ്ടാണ് ഇവിടെ എരിയും പുളിയും എന്ന പ്രയോഗം ഉപയോഗിച്ചത്. ഉത്തരം ശരിയാണ്. ടീം ഈ 5 മാർക്ക് കരസ്ഥമാക്കിയിട്ടുണ്ട്. കുറച്ചുകൂടി വ്യക്തമായി അതിനോട് അനുബന്ധമായി ഞാൻ ചിലത് പറയുന്നു എന്നേ ഉള്ളൂ. വൃദ്ധയായ മാതാവ് പറഞ്ഞ കാര്യങ്ങൾ ഏതൊരു എഴുത്തുകാരനും ഒരു പകർത്തി എഴുത്തുകാരനും ചെയ്യുന്നത് പോലെ മനസ്സിൽ മാറ്റമുണ്ടാകാൻ പാകത്തിൽ സ്വന്തം ഭാവന കൂടി ചേർത്ത് മകനെ അറിയിക്കുകയാണ് ലേഖകൻ ചെയ്തത്. തന്റെ രചനയിലൂടെ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ സന്ദർഭത്തിനനുസരിച്ച് ഭാഷാപ്രയോഗത്തിൽ സ്വാധീനിക്കാൻ ചില തന്ത്രങ്ങൾ ആവശ്യമാണ്. ചില തന്ത്രങ്ങളിലൂടെയാണ് ചില മനസ്സുകൾ അറിയിക്കുവാൻ സാധിക്കുക. അത്തരം തന്ത്രങ്ങളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഈയൊരു ശൈലി എരിവും പുളിയും ചേർത്തു എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ടീം ഈ 5 പോയിന്റ്. അടുത്ത ചോദ്യവും ടീം ഇയോട് തന്നെയാണ്. സർഗശക്തിയെക്കുറിച്ച് വയലാർ ഉദ്ഘോഷിക്കുന്ന കവിത, മനുഷ്യന്റെ കഴിവുകളെക്കുറിച്ച് ആവോളം തന്റെ ആസ്വാദകരിലേക്ക് വായനക്കാരിലേക്ക് വിളമ്പി നിൽക്കുന്ന കവിത. ചോദ്യം കുതിര എന്ന ആ ഒരു സർഗസൃഷ്ടിയെക്കുറിച്ച് തന്നെയാണ്. ചെമ്പൻ കുതിര എന്ന പ്രയോഗത്തിന്റെ പ്രത്യേകത എന്ത് എന്നാണ് ചോദ്യം. ചെമ്പൻ കുതിര എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചുവന്ന കുതിരയാണ്. ഇത് വിപ്ലവത്തിന്റെ പ്രതീകമായി കാണുന്നു. സർഗശക്തി ലോകവിപ്ലവങ്ങളെ വളരെയധികം സ്വാധീനിച്ചിരിക്കുന്നു. ചെമ്പൻ കുതിരയുടെ കണ്ണുകളിൽ ഉന്മേഷവും കാലുകളിൽ ആവേശവും നിറഞ്ഞിരിക്കുന്നു. ഫ്രഞ്ച് വിപ്ലവങ്ങളിൽ ആശയം പകർത്തിയ റൂസോ, മോണ്ടസ്ക്യൂ, വോൾട്ടയർ എന്നിവർ ഈ സർഗശക്തിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനാൽ ചെമ്പൻ കുതിരയെ സർഗശക്തിയായി കാണാം. ഉത്തരം ശരിയാണ്. കരുത്തിന്റെ പ്രതീകമാണ് ചെമ്പൻ കുതിര. ആ കരുത്ത് സർഗശക്തിക്കുണ്ട് എന്ന് ഈ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നു. അതുകൊണ്ട് തന്നെ ടീം ഈ 5 പോയിന്റ് കൂടി നേടിയിരിക്കുന്നു. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. മനുഷ്യന്റെ അജയ്യതയെ വയലാർ രാമവർമ്മ ദർശിച്ചത് സർഗശക്തിയിലാണ്. അത് കവി തന്നെ വ്യക്തമാക്കുന്നുമുണ്ട്. തന്റെ സർഗശക്തിയാകുന്ന കുതിരയെ ദിഗ്വിജയത്തിനായി വിട്ടയക്കുന്ന കവിയെയാണ് നാം അവിടെ കാണുന്നത്. ചോദ്യം ഇതാണ്, കുതിര അതിന്റെ സിദ്ധികൾ നേടിയത് എങ്ങനെയാണ്? ടീം ഡി ഉത്തരം പറയുക. സർഗസൃഷ്ടിയായ കുതിര പ്രകൃതിയോട് മല്ലിട്ടും ധാരാളം പ്രശ്നങ്ങൾ തരണം ചെയ്തും പൂർവികരിൽ നിന്ന് സിദ്ധികൾ നേടിയെടുത്തു. പ്രകൃതിയിലുള്ള പല പല തടസ്സങ്ങളും അതുപോലെ തന്നെ സർഗസൃഷ്ടിയാകുന്ന കുതിരയുടെ മുമ്പിൽ വരുന്ന എല്ലാ തടസ്സങ്ങളെയും നേരിട്ടുകൊണ്ടാണ് സർഗസൃഷ്ടിയാകുന്ന കുതിര മുമ്പോട്ടേക്ക് കുതിച്ചു പായുന്നത്. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളെയും അതിജീവിച്ച് മുമ്പിലോട്ടേക്ക് കുതിക്കുന്ന കുതിര ഓരോ പ്രശ്നത്തിൽ നിന്നും കിട്ടുന്ന ജ്ഞാനങ്ങളും അനുഭവങ്ങളും നേടിക്കൊണ്ടാണ് സർഗസൃഷ്ടിയാകുന്ന കുതിര തന്റെ സിദ്ധി പ്രാപിച്ചത്. ഉത്തരം ശരിയാണ്. ടീം ഡി 5 പോയിന്റ് നേടിയിട്ടുണ്ട്. ഒരു പുരുഷാന്തരത്തിന്റെ കാലയളവ്, ഒരു 100 വർഷക്കാലമെങ്കിലും അവർ നേടിയ അനുഭവത്തിന്റെ
ശക്തിക്കുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഉത്തരത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രകൃതിയോട് പടപൊരുതി, അതുപോലെ വന്ന വഴികളിൽ ഒരു നല്ല കാലപ്പഴക്കം ഈ കുതിരയ്ക്കുണ്ട്. അങ്ങനെയാണ് കുതിര തന്റെ സിദ്ധികൾ നേടിയത് എന്ന് നമുക്ക് പറഞ്ഞു വെക്കാൻ സാധിക്കും. ടീം ഡി 5 പോയിന്റ്. അടുത്ത ടീം സിയോടാണ് ചോദ്യം. സർഗശക്തി എന്നത് വയലാറിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ചേതന, അത് കവിത്വത്തെയും അതിലംഘിച്ച് നിൽക്കുന്നതാണ്. എനിക്ക് മരണമില്ല, നല്ല ഹൈമവധഭൂവിൽ തുടങ്ങിയ കവിതകളിൽ മനുഷ്യശക്തിയെക്കുറിച്ചുള്ള കവിയുടെ അഭിമാനം ഉജ്ജ്വലിക്കുന്നുണ്ട്. കാലമാണ് അവിശ്രമം പായുമെൻ അശ്വം എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നാൽ തനിക്ക് വലിയ മാസ്മരികതയ്ക്ക് അപ്പുറത്ത് ഞാൻ മറ്റൊരു തലത്തിലേക്ക് തന്റെ കവിത്വത്തെ മുന്നോട്ട് കൊണ്ടുപോയ വ്യക്തിത്വമാണ് എന്നാണ് വയലാർ പറയുന്നത്. ചോദ്യം ഇതാണ്: മന്ത്രമായൂര പിഞ്ചികാചാലന തന്ത്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ടീം സി ഉത്തരം പറയുക. വയലാർ രാമവർമ്മയുടെ മുളങ്കാടി എന്ന കൃതിയിൽ നിന്നെടുത്ത ഭാഗമാണ് അശ്വമേധം എന്ന നമ്മുടെ പാഠഭാഗം. ഇതിൽ ഈ ഒരു വർണ്ണനയിലൂടെ ഇവിടെ അർത്ഥമാക്കുന്നത് മയിൽപീലിയുടെ ഇളക്കം, അതായത് മയിൽപീലി ഇളകുന്നത് വളരെയധികം ലളിതമായാണ്. അതുപോലെയല്ല മനുഷ്യൻ അവന്റെ സർഗശക്തി നേടിയെടുത്തത് വളരെയധികം, അതായത് ഒരു പുരുഷാന്തര കാലഘട്ടത്തോളം നീണ്ടു നിൽക്കുന്ന ചരിത്രം ഈ സർഗശക്തിക്ക് പിന്നിലുണ്ട്. പ്രകൃതിയോട് മല്ലിട്ടും എത്രയോ അധികം രാജഭരണകൂടങ്ങളോട് മല്ലിട്ടാണ് മനുഷ്യൻ തന്റെ സർഗശക്തിയെ നേടിയെടുത്തത്. എത്രയോ അധികം കാലങ്ങളോളം എല്ലാവരെയും എതിർത്ത് നിന്നും ആരെയും ഭയപ്പെടാതെയും ഒരു കുതിര എങ്ങനെയാണോ അശ്വമേധത്തിൽ എല്ലാ രാജ്യങ്ങളിലൂടെയും കടന്നു പോകുന്നത്, അതുപോലെയാണ് മനുഷ്യൻ ഓരോ കാലഘട്ടത്തിലൂടെയും കടന്നുപോയത്. അത് മയിൽപീലിയുടെ ചലനം പോലെ ലളിതമല്ല. ഉത്തരം ശരിയാണ്. മനുഷ്യന്റെ സർഗശക്തി മന്ത്രതന്ത്രങ്ങളാലോ ജാലവിദ്യയാലോ നേടിയതല്ല എന്ന് നമുക്ക് ചുരുക്കി പറയാം. അതിനാൽ തന്നെ അതിനെ ആർക്കും തളക്കാൻ കഴിയില്ല. ഭദ്രമായി കെട്ടിയുണ്ടാക്കിയ ഒരു ശില്പത്തെയോ ഒരു വലിയ കെട്ടിനെയോ നമുക്ക് തകർക്കുവാൻ സാധിക്കില്ല. പിന്നിലെ കഴിവും വന്ന വഴികളും കൃത്യമാണ് എന്ന് ഈ വരികൾ നമ്മളോട് ബോധ്യപ്പെടുത്തി തരികയാണ്. ടീം സിക്ക് 5 പോയിന്റ്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാകാം ഓരോ കഥയിലും എഴുത്തുകാർ ആവിഷ്കരിക്കുന്നത്. അത് സാമൂഹ്യ പ്രശ്നമാകാം, വൈയക്തിക പ്രശ്നമാകാം. അവയെ ഒരു കഥാശില്പമാക്കി മാറ്റാൻ പ്രതിഭയും പരിശീലനവും അത്യാവശ്യമാണ്. കഥ വായിക്കുന്ന അതേ കൗതുകം കഥയെഴുത്തിന് പിന്നിലുള്ള രഹസ്യമറിയാനും വായനക്കാർക്ക് ആഗ്രഹമുണ്ടായിരിക്കും. ഇങ്ങനെ രചനാ രഹസ്യം വെളിപ്പെടുത്തുന്ന നിരവധി ഗ്രന്ഥങ്ങൾ മലയാളത്തിലുണ്ട്. MT വാസുദേവൻ നായരുടെയും നോവലിസ്റ്റ് K സുരേന്ദ്രന്റെയും ഇത്തരത്തിലുള്ള രചനകൾ ഏതെല്ലാം എന്നതാണ് ചോദ്യം. MT വാസുദേവൻ നായരുടെയും K സുരേന്ദ്രന്റെയും ഇത്തരത്തിലുള്ള രചനകൾ ഏതെല്ലാം? ടീം ബി ചോദ്യം ടീം എയിലേക്ക് പാസ് ചെയ്തിരിക്കുകയാണ്. ടീം എ ഉത്തരം നൽകിയിട്ടില്ല. ഉത്തരം ഇതാണ്: MT വാസുദേവൻ നായരുടെ കാഥികന്റെ പണിപ്പുര, K സുരേന്ദ്രന്റെ നോവലിസ്റ്റിന്റെ ശില്പശാല എന്നീ പുസ്തകങ്ങളാണ് രചനയുടെ വഴികളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. യഥാർത്ഥത്തിൽ രചനയിലേക്ക് കടക്കുന്ന, രചനാ വഴികൾ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും പരിചയപ്പെടാവുന്ന പുസ്തകമാണ് ഇത് രണ്ടും. ഇത്തരത്തിലുള്ള നിരവധി രചനകൾ നമുക്ക് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. ഈ ചോദ്യത്തിന്റെ ഉത്തരം ആർക്കും പൂർണ്ണമായി പറയുവാൻ സാധിച്ചിരുന്നില്ല. ക്വിസ് മാസ്റ്റർക്കാണ് ഈ പോയിന്റ് ലഭിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം ടീം എയോടാണ്. ആഖ്യാനങ്ങളുടെ ആകെ തുകയാണ് ജീവിതം എന്ന് പറയുന്നത്. നോവലോ ചെറുകഥയോ അല്ല, അത് മാത്രമല്ല ആഖ്യാനം എന്ന് പറയുന്നത്. ഓരോ സംഭവ വിവരണവും ആഖ്യാനമാണ്. നമ്മളൊരു സ്വപ്നം പറയാൻ തുടങ്ങുമ്പോൾ അതൊരു കഥയായി മാറുന്നു. മരണ വീട്ടിൽ ചെന്നാൽ വീട്ടുകാർ ആ മരണം ഒരു കഥയായി നമുക്ക് പറഞ്ഞു തരുന്നു. ഇങ്ങനെ പറയുമ്പോ പറയുന്നയാൾക്ക് മനസ്സിന് ആശ്വാസം ലഭിക്കുകയാണ്. ചോദ്യം ഇതാണ്: അനുഭവങ്ങൾ സൃഷ്ടിക്കുന്ന വികാരങ്ങൾ ആണ് സാഹിത്യം പുനരാവിഷ്കരിക്കുവാൻ സഹായിക്കുന്നത്. എഴുത്തിൽ SK പൊറ്റക്കാടിനെ വികാര പരവശനാക്കിയത് എന്താണ്? ടീം എ ഉത്തരം പറയുക. ശ്രീ SK പൊറ്റക്കാടിന്റേതാണ് ഞാൻ കഥാകാരനായ കഥ എന്ന കഥ. ഈ കഥയിൽ താൻ എങ്ങനെയാണ് ഒരു കഥാകാരനായതെന്നാണ് അദ്ദേഹം വിവരിക്കുന്നത്. ഒരു പാവം വൃദ്ധ സ്ത്രീയുടെ, ഒരു അമ്മയുടെ
വിഷമങ്ങൾ അറിഞ്ഞുകൊണ്ട് ആ മകൻ കത്തെഴുതിയപ്പോഴാണ് ഒരു കഥാകാരനായത് അദ്ദേഹം. ആ അമ്മയോടുള്ള സഹതാപമാണ് അദ്ദേഹത്തിനെ ആദ്യമായി കഥ എഴുതാൻ അല്ലെങ്കിൽ മകന് കത്തുകൾ എഴുതാൻ പ്രേരിപ്പിച്ചത്. ആ കത്തുകളിൽ തന്റേതായ ഭാവനകൾ കൂടി ഉൾപ്പെടുത്തിയാണ് അദ്ദേഹം കത്തുകൾ എഴുതിയത്. ആ അമ്മയുടെ ദരിദ്രമായ ആ ജീവിതം അദ്ദേഹത്തിനെ കഥകൾ എഴുതാൻ പ്രേരിപ്പിച്ചു. ഉത്തരം ശരിയാണ്. വൃദ്ധയുടെ അനുഭവം വൈകാരികതയോട് സമീപിച്ചു എന്നതാണ് നമുക്ക് ഈ ചോദ്യത്തിന് നൽകാവുന്ന യഥാർത്ഥ മറുപടി. ഉള്ളിൽ തട്ടിയ അനുഭവം സ്വാഭാവികതയോടെ ഏറ്റെടുത്ത് ഫലപ്രദമായി പുനരാവിഷ്കരിച്ചു. സ്വാഭാവികമായും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. എനിക്ക് നേരിട്ട ഒരു അനുഭവമാകാം, മറ്റൊരാൾക്ക് സംഭവിച്ച ഒരു അനുഭവമാകാം. ഇതൊക്കെ തന്നെ നമുക്ക് തന്റെ കഥയുടെ പശ്ചാത്തലമോ പരിസരമോ ആക്കി മാറ്റുവാൻ സാധിക്കും. അത് തന്റെ ഹൃദയത്തോട് അടുപ്പിച്ചു നിർത്തുമ്പോഴാണ് കഥയായോ ഇതര സാഹിത്യരൂപമായോ മാറുക. ടീം എക്ക് 5 പോയിന്റ്. ആദ്യ റൗണ്ട് പൂർത്തിയായിരിക്കുകയാണ്. ഈ റൗണ്ടിൽ ഓരോ ടീമിനും ലഭിച്ച പോയിന്റ് നില നമുക്കൊന്ന് പരിശോധിക്കാം. ടീം എ 10 പോയിന്റ്, ടീം ബി പോയിന്റ് ഒന്നും നേടിയിട്ടില്ല, ടീം സി 13 പോയിന്റാണ് നേടിയിട്ടുള്ളത്, ടീം ഡി 10 പോയിന്റ്, ടീം ഇ 10 പോയിന്റ്. കേരള പാഠാവലി പ്രശ്നോത്തരി തുടരും നാളെ ഇതേ സമയം. അവതരണം ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. നിർവഹണ സഹായം AK രതീഷ്, കവിതാനാഥ്, ശ്രീകല ബിജു, ജ്യോതി രാജീവ്, സഞ്ജന രാമകൃഷ്ണൻ. റേഡിയോ ടീച്ചർ.